വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കുറെ ചതികളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന് നസീഹത്തുൽ ഖുറൂർ എന്ന് പറഞ്ഞാൽ ചതിയുടെ ഉപദേശം. ചില ഉപദേശങ്ങൾ നമ്മളെ കേട്ടാൽ നമ്മൾ പെട്ടുപോകും. ആ ഉപദേശമാണ് എന്ന് നമ്മൾ കരുതും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചതി ഒളിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കാറില്ല. പിന്നെ ഖുർആൻ പറഞ്ഞ മറ്റൊരു ചതിയാണ് അൽ വഅദുൽ ഖുറൂർ എന്ന് പറഞ്ഞ ചതിയുടെ ചില മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞ ചില വാഗ്ദാനങ്ങൾ. നമുക്കെന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ തരും. അതിന്റെ പിന്നിൽ ഒരു ചതി ഉണ്ടാകും. ഒരുപക്ഷെ നാം അത് തിരിച്ചറിയണമെന്നില്ല. പിന്നെയുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ആരാധനകൾ തന്നെ ചില ചതികളായി മാറാറുണ്ട്. ആരാധനകൾ പോലും ചതിയായിട്ട് മാറുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഒരു ചതി ഖുർആൻ പറഞ്ഞത് അൽ ഖൗലുൽ ഖുറൂർ, ചതിയുടെ ചില വാചകങ്ങളാണ്. വാക്കുകളിൽ പൊതിഞ്ഞ മനോഹരമായ ചില വാക് സാമർത്ഥ്യം കൊണ്ട് നമ്മളെ തളച്ചിടുകയും നമ്മളെ മലർത്തിയടിക്കുകയും ചെയ്യുന്ന ചില വാക്കുകളിൽ നമ്മൾ വീണുപോകും. കാമുകന്മാരൊക്കെ വീടുന്നത് അതിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഉള്ള ഒരു ചതിയാണ് മതാഉൽ ഖുറൂർ, ചതിയുടെ വിഭവങ്ങൾ. ഇങ്ങനെ ഖുർആൻ ചില ചതികളെ നമുക്ക് പരിചയപ്പെടുത്തി.